യെസ്, നമ്മളെല്ലാവരും കേട്ടൊരു വാർത്തയാണ് ഫിലിപ്പെ പെസഡോറയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വാർത്തയെന്ന് പറയുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. 300 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രം മതി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ. സോ ആ ഒരു ജസ്റ്റ് 2 സെക്കൻഡ് സമയം അതും ഒന്ന് ചിലവഴിച്ചൊന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. യെസ്, ഫിലിപ്പെ പെസഡോറ എന്ന് പറയുന്ന ഈ ഒരു അർജൻറ്റീനിയൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് പല തരത്തിലുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ആഗ്രഹിച്ചത് വരരുതെന്ന് തന്നെയാണ്. കാരണം സാധാരണ ബൊളീവിയൻ ലീഗിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി, താരങ്ങളെല്ലാം നല്ല രീതിയിൽ, സ്ട്രൈക്കേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഗോൾ അടിക്കുന്നു. പിന്നെ അവർ മറ്റു ലീഗിലേക്ക് പോകുമ്പോൾ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഡിപ്പാവുന്നു. സോ അങ്ങനത്തെ ഒരു ലീഗായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബൊളീവിയൻ. അത് നമ്മുടെ ഐ ലീഗിൻ്റെ അത്രയൊക്കെയുള്ളൊരു ലീഗായിട്ടാണ് എനിക്ക് ബൊളീവിയാണ് നമ്മുടെയൊക്കെ കടി റാങ്ക് മുന്നുള്ള ടീമാണ്. പക്ഷേ അവരുടെ ലീഗ് പക്ഷേ അത്രത്തോളം ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്ര ക്വാളിറ്റി ഉള്ളൊരു ലീഗാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അവിടെ സാധാരണയായിട്ട് എനിക്കിപ്പോൾ നമ്മൾ ഡോണി റൊമേറോ എന്ന് പറയുന്നൊരു താരമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആ ഒരു താരം ഈ ഒരു ബൊളീവിയൻ പ്രീമിയർ ലീഗ് കളിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ഏതാണ്ട് 32 കളിയിൽ നിന്ന് 29 ഗോളാണ് അടിച്ചത്. അദ്ദേഹം പിന്നെ അസർബൈജാൻ ലീഗിലേക്ക്, ഏഷ്യൻ ലീഗിലേക്ക് വന്നപ്പോഴത്തേനും ഏതാണ്ട് 24-26 കളിയിൽ നിന്ന് 7 ഗോളോ മറ്റും അടിച്ചിട്ടുള്ളൂ. 7 ഗോൾ അടിച്ചിട്ടുണ്ട്. അത് ഒരു ആവറേജ് പെർഫോമൻസ് ആണ്. എങ്കിൽ പോലും ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ ഒരു നമ്പർ 9 കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ ഭേദം ക്വാമി പെപ്ര തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഫിലിപ്പെ പെസഡോറ ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ജോഷു സോട്ടിരി ഒരു 7ാമത്തെ പ്ലെയറായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ ക്വാമി പെപ്ര തുടരുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഫിലിപ്പെ പെസഡോറ എന്ന പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ ഒരു ഏജൻറ്റ്, അതൊരു ഫുട്ബോൾ ഏജൻറ്റ് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിനോട് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ആൻസറൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. സോ അദ്ദേഹം വരാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.